ഹലോ, ഗുഡ് മോർണിംഗ്. ദാദോസോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ മഴ തോരും മുമ്പേലെ കഥയൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ കഥയിൽ ഇന്നിപ്പോൾ 27/5/26 കഥയാണ്. അപ്പോൾ കഥയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അലിയനയ്ക്ക് കുറേ ഡ്രസ്സുകൾ കൊടുക്കുകയാണ് ഭവിതയും കൃഷ്ണമോളും കൂടെ കേട്ടോ. അപ്പോൾ ആദ്യം പാക്കറ്റുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറയും, ഇത് ആർക്കാ ഈ ഡ്രസ്സൊക്കെ, നിങ്ങൾക്കാണോ എന്ന് ചോദിക്കാൻ അറിയില്ല. അപ്പോൾ ഞങ്ങൾക്കാ ചേച്ചി, നോക്ക് ഭംഗിയുണ്ടോ നോക്ക് എന്ന് പറയുന്നത് കൃഷ്ണമോൾ. അപ്പോൾ ഒന്നെടുത്തിട്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ അറിയും, നിനക്കാണോ വയ്ക്കുമ്പോൾ ഇത് എനിക്കല്ല അറിയാം. അപ്പോൾ കൃഷ്ണമോൾ അറിയും, നിനക്കാണോ മോളെ വയ്ക്കുമ്പോൾ ഇതെല്ലാം ചേച്ചിക്ക് വേണ്ടി വാങ്ങിയതാണ് അറിയുമ്പോൾ എനിക്കോ എന്ന് ചോദിക്കുകയാണ്. അതെ, ഇതെല്ലാം ചേച്ചിക്ക് വേണ്ടി വാങ്ങിയതാണ്. പണ്ട് ചേച്ചിയുടെ കുറേ ഉടുപ്പുകൾ കത്രിക വെച്ച് നശിപ്പിച്ച് കളഞ്ഞില്ലേ, അതിൻ്റെ കുറ്റബോധത്തിൽ നിന്ന് വാങ്ങിയതാ എന്ന് പറയും കൃഷ്ണമോൾ. പൊടി, അതൊന്നുമല്ല, ഇത് ഒരു കടം വീട്ടിലാണെന്ന് വിചാരിച്ചാൽ മതി. ഇനി അവളില്ലേ, ആ ദുഷ്ട ഭവിത, അവൾ എൻ്റെ കുറേ ഡ്രസ്സുകൾ കീറിക്കളഞ്ഞു എന്ന് ആരോടും പറയണ്ട എന്ന് പറയും. അതിന് ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ മോളെ, കൃഷ്ണമോളോട് മാത്രമായിട്ടോ ഒരു പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്നറിയും. ശരി, അപ്പോൾ ഇതിലെല്ലാം ഉണ്ട്, സാരി, ലാച്ച, ധാവണി, ഇപ്പോൾ ചുരിദാറുകൾ എല്ലാം ഉണ്ട്. ചേച്ചിക്ക് പെട്ടില്ലെങ്കിൽ പറയാം, നമുക്ക് മാറ്റിക്കൊണ്ടുവരാം എന്ന് പറയണ ഭവിത കേട്ടോ. അപ്പോൾ പറയും, ഇതിപ്പോൾ ആരും എന്നോട് പറഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്തതാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ അലീന ഒരു ഉടുപ്പ് നെഞ്ചോട് ചേർത്ത് വെച്ച് ഇങ്ങനെ കണ്ണിന്നിങ്ങനെ കണ്ണുനീര് വരുവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഭവിത അങ്ങോട്ട് പോകുന്നുണ്ട്. ഭവിത അപ്പം ചിരിക്കുന്നില്ല, ഭയങ്കര സീരിയസ് ആണ് ആൾ. പോകുന്നുണ്ട്. അതിൽ കൃഷ്ണമോൾ പറയാണ്, പിന്നെ ചേച്ചി നമ്മുടെ ഭവിത ചേച്ചി ആകെ മാറി കേട്ടോ, ഇപ്പോൾ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന ചിരിക്കുക, അലീന ചേച്ചിയെ കണ്ടു പഠിക്കുക എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോൾ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ചേച്ചി ഇതെല്ലാം സൂക്ഷിച്ച് വെച്ചോ. ചേച്ചി പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇതൊക്കെ ഓരോരോ ഫോട്ടോ എടുത്തിട്ട് ഭവിത ചേച്ചിക്ക് അയച്ചു കൊടുത്തേക്കണേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് പറഞ്ഞ് കൃഷ്ണമോൾ അങ്ങോട്ട് പോവുക. അപ്പോൾ നമ്മളെ അലീനയ്ക്ക് അത്രയ്ക്ക് സന്തോഷം വരികയാണ്. അപ്പോൾ അതിന് മുന്നേ പറയുന്നുണ്ട്, അച്ഛൻ്റെ ടെക്സ്റ്റൈൽസ് എന്നല്ല തുണി ഇതൊന്നും എടുത്തത്, പിന്നെ ആരുടെ അടുത്തുനിന്നും പൈസ വാങ്ങിയിട്ടുമില്ല, സ്വന്തം പിന്നെ പൈസയാണ്, പോക്കറ്റ് മണി കൊടുത്തത് അക്കൗണ്ടിലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് മേടിച്ചത്. ഒരു 10,000 രൂപയുടെ തുണികളാണ് എടുത്തതെന്ന് പറയുകയാണ്. 10,000 രൂപയെന്നൊക്കെ അലീന ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൃഷ്ണമോൾ കൊണ്ട് പോകുമ്പോൾ അവളിങ്ങനെ കെട്ടിപ്പിടിച്ച് ആ ഉടുപ്പിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ ഉമ്മ വയ്ക്കുകയാണ് സന്തോഷം കൊണ്ട്. കാരണം അനിയത്തിമാർ കൊണ്ടുകൊടുത്തതല്ലേ. അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് നമ്മളുടെ കൃഷ്ണമോൾ ഇരുന്ന് TV ഇങ്ങനെ കാണുമ്പോൾ കാണാം, രോഹിത് പുറത്തുനിന്ന് ഒരു ലെറ്റർ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ലെറ്റർ വാങ്ങിച്ചിട്ട് അത് പൊട്ടിച്ചിങ്ങനെ വായിച്ചാൽ അങ്ങനെ നിരാശയോടുകൂടി നിൽക്കുകയാണ്. അപ്പോൾ കുട്ടി TV ഓണാക്കിയിട്ട് വരുന്നുണ്ട് കൃഷ്ണ. അപ്പോൾ എന്താ ഇത് സംഭവം എന്ന് നോക്കുമ്പോൾ, ഇത് കോളേജിൽ നിന്ന് വന്നതാണ് ലെറ്റർ. അവിടെ അച്ഛനും പിന്നെ മറ്റുള്ള ഇതൊക്കെ കൂടിയിട്ട് എന്തോ ഒരു മീറ്റിംഗ് വെച്ചിരിക്കുകയാണ്, അപ്പോൾ ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ എന്നിട്ട് പറയും, അതല്ല, അലീന ചേച്ചിയും കൂടെ കൂട്ടിയിട്ട് വേണം ചെല്ലാന്ന് പറയുമ്പോൾ, അപ്പോഴേക്കും അലീന മോളിൽ നിന്ന് ഇങ്ങോട്ട് താഴത്തോട്ട് വരിക. അപ്പോൾ ചോദിക്കും, ചേച്ചി എവിടെയായിരുന്നു, അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് രോഹിത്തിനോട്, നീ എന്നെ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രോഹിത് ഞാൻ വിളിച്ചു, ചേച്ചി എവിടെയായിരുന്നു, ഞാൻ മുകളിൽ ടെറസിൽ തുണി വിരിച്ചിടാൻ വേണ്ടി പോയതാന്ന് പറയും. ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ അവളെ കൈ കൊടുക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ഇത് ഇന്ന് വന്നതാണ് ലെറ്റർ എന്ന് പറയും. ഇതെന്താന്ന് പറഞ്ഞാൽ കോളേജിൽ നിന്ന് വന്നാൽ നോക്കുക എന്ന് പറയും. അപ്പോൾ അവളെ എടുത്തിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ പറയും, അവിടെ നാളെ അച്ഛൻ, നമ്മളുടെ മാനേജർ അച്ഛനും അതിൻ്റെ ഇതിൻ്റെ ആളുകളൊക്കെ ചേർന്നൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്, അതിന് ചെല്ലാൻ വേണ്ടിയിട്ടാണ് വിളിച്ചിരുന്നത്. പക്ഷേ ഞാൻ മാത്രമല്ല, അലീന ചേച്ചീനെയും കൂടെ കൊണ്ടുപോകണം എന്ന് പറയും. അപ്പോൾ അയ്യോ, ഞാനെന്തിനാ എന്ന് പറയും. ഞാനല്ലല്ലോ ശരിക്കും വരേണ്ടത്, അച്ഛനല്ലേ വരേണ്ടത്, അച്ഛനല്ലേ നിൻ്റെ ഗാർഡിയൻ, അച്ഛനല്ലേ വരേണ്ടത് വയ്ക്കാണ്. ആണ് പക്ഷേ ചേച്ചിയും കൂടെ വരണം, ചേച്ചീനെയും കൂട്ടിയിട്ടാണ് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറയും. അപ്പോൾ കൃഷ്ണമോൾ പറയും, മിക്കവാറും ചേച്ചി അന്ന് അവിടെ പോയിട്ട് ഭയങ്കര പെർഫോമൻസൊക്കെ നടത്തിയതല്ലേ, അച്ഛനോട് കുറേ സംസാരിച്ചല്ലേ, ഇനിയിപ്പോൾ അതിനെങ്ങാനും രോഹിയേട്ടനെ വിളിച്ച് വരുത്തിയിട്ട് ഡിസ്മിസ് ചെയ്യാനാണോ വിളിക്കുന്നത്? അതന്നെയാവും മിക്കവാറും അതിനൊരു ഊഹം വെച്ച് നോക്കുമ്പോൾ അതന്നെ ആവും. കാരണം അലീന ചേച്ചി അന്ന് അവിടെ പോയിട്ട് കുറച്ച് ഇതായി സംസാരിച്ചു എന്നൊക്കെ രോഹിയേട്ടൻ പറഞ്ഞു എന്ന് പറയും. അപ്പോൾ അതിന് ഞാൻ സീരിയസ് ആയിട്ടൊന്നുമല്ലല്ലോ പറഞ്ഞത്, ഞാനുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞത്, ഞാനങ്ങനെ അച്ഛനെ ഹേർട്ട് ചെയ്യുന്ന തരത്തിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, വഴക്കൊന്നുമല്ലല്ലോ പറഞ്ഞത്. മിക്കവാറും അതവരത്ര സീരിയസ് ആയിട്ടൊക്കെ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടെ സംസാരിച്ചിട്ട് രോഹിയേട്ടന് മിക്കവാറും ഒരു ഡിസ്മിസ് ലെറ്റർ തരാൻ വേണ്ടിയിട്ടാവും, കൂട്ടത്തിൽ അലീന ചേച്ചീനെയും കൂടെ ഒന്ന് വഴക്ക് പറയാൻ വേണ്ടിയിട്ടാവും എന്ന് കൃഷ്ണമോളും അറിയാം. അതിലൊക്കെ ചെവിക്ക് ഇങ്ങനെ പിടിക്കും. നീ എന്താ ഈ പറയുന്നത്, നിനക്ക് വല്ല ബോധമുണ്ട് എന്താ പറയണമെന്നുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത അറിയാണ്. അതിൽ പറയും, വെറുതെ ഓരോന്നും അങ്ങോട്ട് ഊഹിക്കുക എന്ന് പറയുമ്പോൾ വിട് പറയുന്നുണ്ട്. ചെവിക്കാണ് പിടിച്ചിരിക്കുന്നത് അലീന കേട്ടോ. ചേച്ചി എന്ന് പറയും. അപ്പോൾ അറിയാം, നിൻ്റെ ഓരോ ഊഹാപോഹങ്ങൾ എന്ന് പറയും. അപ്പോൾ നോക്കാം, എന്തായാലും നാളെയല്ലേ നമുക്ക് പോവാം എന്ന് പറയണേ. അപ്പോൾ നീ ഒരു കാര്യം ചെയ്ത് രോഹിണി കുറച്ച് നേരം പോയി കിടക്ക്, നമുക്ക് നാളത്തെ കാര്യം നമുക്ക് ആലോചിക്കാമെന്ന് പറയാം.
അത് കഴിഞ്ഞ് രോഹിത്ത് മോളിക്ക് കയറുമ്പോൾ കൃഷ്ണയോട് പറയും, നീ എന്താ മോളെ പറയുന്നത്, അവനാകെ വിഷമിച്ച് നിൽക്കുന്ന നീ കണ്ടില്ലേ, അവൻ്റെ മുന്നിൽ വെച്ചിട്ടാണോ അങ്ങനെയൊക്കെ സംസാരിക്കണേ എന്ന് ചോദിക്കുക. അപ്പോൾ പറയും, ഞാനൊരു ഊഹം പറയില്ല, ഊഹം പറഞ്ഞു, പക്ഷെ അവൻ്റെ മുന്നിൽ വെച്ചാൽ അവനല്ലെങ്കിലും വിഷമിച്ച് നിൽക്കല്ലേ, ഇനിയിപ്പോൾ നാളത്തെ റിസൾട്ട് എന്താവും എന്ന് അറിയില്ലല്ലോ, എന്താവും ചേച്ചി കാര്യം എന്ന് ചോദിക്കണം. അറിയില്ല, പോയി നോക്കട്ടെ, പോയി നോക്കിയാലേ ഉള്ളൂ അറിയാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മളുടെ എന്താ പറയുക, രാത്രിയായി. ഇപ്പോൾ അവൾ ബെഡൊക്കെ വിരിക്കുന്ന സമയത്ത് വൈജ വാതിൽ തള്ളി തുറന്ന് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നിൻ്റെ തീരുമാനം എന്തായി എന്ന് ചോദിക്കുക. പറയും, ഇവളിങ്ങനെ നോക്കിട്ടോ, നീ നാളെ ഇവിടുന്ന് പോകണം എന്ന് പറയും. നാളെയോ എന്ന് ചോദിക്കും. നമുക്ക് നാളെ ഇവിടുന്ന് പോകാൻ പറ്റുമോ, നീ നാളെ ഇവിടുന്ന് പോയിട്ടില്ലെങ്കിൽ ഞാൻ നാളെ ഇവിടുന്ന് പോകും, നമ്മൾ രണ്ടാളും കൂടെ വേണ്ട, ഈ വീട്ടിൽ വേണ്ട, നിന്നോട് ഞാൻ പറഞ്ഞപ്പോൾ നീ എനിക്ക് സമയം തന്നിരുന്നു, ഇപ്പോൾ അത് കഴിഞ്ഞു, നിനക്ക് നാളെ തന്നെ ഇവിടുന്ന് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുക. പറയും, നാളെ എനിക്ക് പോകാൻ പറ്റില്ല, കാരണം രോഹിത്തിൻ്റെ കോളേജ് അഡ്മിഷൻ്റെ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്, എനിക്കത് ചെയ്ത് തീർക്കാണ്ട് പോകാൻ പറ്റില്ല. അടുത്തൊഴിക്കുക, രോഹിത് എൻ്റെ മകനല്ലേ, നിൻ്റെ ആരാ, നീ തമ്മിൽ എന്താ ബന്ധമുള്ളത്, അവൻ്റെ കാര്യം ഞങ്ങളല്ലേ നോക്കുക, നീയാണോ നോക്കുക, നീ നിൻ്റെ കാര്യം നോക്കിയത്, വേലക്കാരിയുടെ സ്ഥാനത്ത് നിന്നാൽ മതി എന്ന് പറയും. അപ്പോൾ നീ ഇതെനിക്ക് ഉറപ്പ് തരണം, നിങ്ങൾക്ക് നാളെ ഇവിടുന്ന് പോകാൻ പറ്റുമോ ഇല്ലയോ, അതെനിക്ക് ഉറപ്പ് തരണം എന്ന് പറയും. അപ്പോൾ പറയും, എനിക്ക് പറ്റില്ല നാളെ പോകാമെന്ന് പറയും. അറിയാടി, നീ ഈ കുടുംബം തൊലച്ചിട്ടേ പോവുള്ളൂ, നീ ഇവിടുത്തെ ഭക്ഷണവും ഒക്കെ കുടിച്ച് ആർമാദിച്ച് അത് കണ്ടു, നിനക്കതങ്ങ് സുഖിച്ചു, ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് ഇവിടുത്തെ ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് ഇവിടെ ഭരിച്ചിട്ടൊക്കെ നിനക്കതങ്ങോട്ട് സുഖിച്ചു, നീ ഇവിടുന്ന് പോലെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്ന് പറയും. അപ്പോൾ എനിക്ക് കുറച്ച് സമയം കൂടെ തന്നൂടെ, പറ്റില്ല, കുറച്ച് സമയം എനിക്ക് ഇനി തരാൻ പറ്റില്ല, കാരണം നീ ഇവിടുന്ന് പോകണം, നാളെ പോയിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകും, അത് ഉറപ്പാണ്, അതിനൊരു മാറ്റവും ഇല്ല എന്നറിയും. അപ്പോൾ എന്തിനാ അങ്ങനെ പിടിവാശി വയ്ക്കും, പിടിവാശി തന്നെയാണേടി, എൻ്റെ കുടുംബം നശിപ്പിച്ചിട്ട് എന്നിട്ട് ഞാനാണോടി പിടിവാശി പിടിക്കുന്നത്, നീയല്ലേ, നീ നാളെ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകും, നാളെ രാത്രിയിൽ ഇവിടെ നമ്മളിൽ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അതിനൊക്കെ ഇവള് പിന്നെ ഒന്നും പറയാം. അപ്പോൾ നീ തീരുമാനിച്ചല്ലേ, നീ നിൽക്കടി ഇവിടെ, നീ നശിപ്പിക്കുക, ഈ കുടുംബം വെളുപ്പിച്ചിട്ട് നീ ഇവിടുന്ന് പോകാൻ പാടുള്ളൂ, നീ ഏത് സമയത്താണോ ഇവിടെ കയറി വന്ന് അന്നത്തോടു കൂടി എൻ്റെ കുടുംബം നശിച്ചു പോയി എന്ന് പറയും. അപ്പോൾ പറയും, ഞാൻ ഈ എല്ലാം ഒരു ഇതിൽ പോയിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് പറയണത്, നീ അങ്ങനെ കൊണ്ടുപോകണ്ടടി, എൻ്റെ കുടുംബം നശിപ്പിച്ചിട്ട് നീ അങ്ങനെ സന്തോഷിക്കണ്ട അതൊക്കെ പറയാം. എന്തായാലും ഞാൻ തീരുമാനിച്ചടി, നീ അല്ലെങ്കിൽ ഞാനിവിടെ നാളെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. അതിൽ ഇവിടെ നിന്നിങ്ങനെ കരയുന്നുണ്ട്. നല്ല ചുട്ട മറുപടി കൊടുക്കണം, പോയി പണി നോക്കാൻ പറയണം. അതെൻ്റെ അഭിപ്രായമാണ് കേട്ടോ. എന്തായാലും കഥാകൃത്ത് അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ എഴുതിയിട്ടുണ്ടാവുക. അങ്ങനെ അവസാനം അവിടുന്ന് വൈജ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ കാണിക്കുന്ന അന്ന് രാത്രി പിറ്റേ ദിവസം പകലാണ്. പകലിൽ വ്യത്യാസമാണോ അന്നാണോ പകൽ നമ്മളുടെ രേവതിക്കുട്ടി കുറേ പട്ടിക്കുട്ടിയാണ് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടി പോയിട്ട് കുറേ തിന്നാനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിനക്ക് പ്രേഷനാന്നൊക്കെ അറിയാം, ഗസ്റ്റുകൾ വരണം, ഇനിയിപ്പോൾ വല്ലതൊക്കെ വാങ്ങിക്കണമെങ്കിൽ, അല്ലാണ്ട് ഇവിടെ നിന്നൊന്നും നടക്കില്ല, ഇപ്പോൾ മുട്ട തിന്ന് അഡ്ജസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് കുറച്ച് മുട്ടയൊക്കെ ഇട്ട് ഒരു പാത്രത്തിലിട്ട് കൊടുക്കുന്നുണ്ട് പട്ടിക്കുട്ടിക്ക്. അത് കഴിഞ്ഞ് തിരിച്ച് പോരുമ്പോൾ ഒരു കാർ അങ്ങോട്ട് വരിക. ആ കാറ് വരുമ്പോൾ ഇവളിങ്ങനെ നോക്കും, പിന്നെ ഓടി സിറ്റ് ഔട്ടിലോട്ട് കയറുമ്പോൾ അതിന്ന് ടോണിയാണ് ഇറങ്ങുന്നത്. ടോണീനെ കാണുമ്പോൾ ഇവൾ വേഗം നോക്കി ഒറ്റ വാതിലടച്ചിട്ട് അകത്തോട്ട് ചെല്ലുക. അപ്പോൾ അവിടെ മാമച്ചനും നമ്മളെ ഗ്രേസമ്മയും കൂടെ ഇരുന്ന് സംസാരിക്കുക. ഗ്രേസമ്മ ഫോണിൽ തോണ്ടിയിരിക്കുന്നുണ്ട്, മാമച്ചൻ ഇതൊരു ബുക്കും വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ മാമച്ചൻ പറയുക, എൻ്റെ കാലൊന്ന് തടവിത്താ ഗ്രേസമ്മേ എന്ന് പറയാണ്. എൻ്റെ കാലൊന്ന് തടവിത്താ ഗ്രേസമ്മ പറയും. അപ്പോൾ പറയും, എൻ്റെ തലയൊന്ന് ചൊറിഞ്ഞ് തരാൻ പറഞ്ഞാൽ മാമച്ചനത് കേൾക്കില്ലല്ലോ. എൻ്റെ ഗ്രേസമ്മേ, നമ്മളെ വേറൊരാൾ തടവി തരുമ്പോൾ അതിനൊരു സുഖം വേറെ. ഇപ്പോൾ ഞാൻ എൻ്റെ ഈ കൈ വെച്ചിട്ട് അത് ചെയ്ത് ഒരു സുഖമില്ല എന്ന് പറയാം. അങ്ങനെ രണ്ടുപേരും രാവിലെ തന്നെ ഫൈറ്റാണ്. ആ സമയത്ത് രേവതി വന്നിട്ട് പറയും, തുടങ്ങി രണ്ടും കൂടി ഇരുന്ന് ചൊറിയാൻ എന്ന് പറയുമ്പോൾ, എന്താ അപ്പം നിനക്ക് വേണ്ടേ എന്ന് ചോദിക്കുക ഗ്രേസമ്മ. അതേ ആ ചെറുക്കൻ വന്ന് പുറത്ത് നിൽക്കുന്നുണ്ട്. പറയും, ചെറുക്കനോ, ഏത് ചെറുക്കൻ, ആ ടോണിച്ചായല്ലേ അയാൾ അറിയും, അതാണോ ചെറുക്കൻ? എടി ഞാൻ വിചാരിച്ചു എന്നെ കാണാൻ വല്ല ചെറുക്കന്മാരും വന്നതാണെന്ന്. അപ്പോൾ ഞാൻ പറയാം, അപ്പോൾ ഞാൻ ഇങ്ങനെയല്ല വന്ന് പറയുക, എൻ്റെ രാജകുമാരൻ പുറത്ത് നിൽക്കുന്നുണ്ടെന്നേ പറയുള്ളൂ. ഒരു നാളത്തോട് കൂടിയിട്ടാണ് അവൾ പറയുന്നത് കേട്ടോ, എൻ്റെ രാജകുമാരൻ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ടെന്ന്. അപ്പോൾ രാജകുമാരൻ വല്ല സൗദിയിൽ നിന്ന് വരണപ്പോൾ അവിടെയൊക്കെ തന്നെ ഉള്ളൂ ഇപ്പോൾ രാജഭരണം, അല്ലാണ്ട് വേറെ എവിടെ ഇല്ല എന്നറിയും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, അയാളെ പുറത്ത് നിൽക്കുക അറിയും. കുടിച്ചിട്ടുണ്ടോ, എനിക്കറിയില്ല എന്നറിയും. നീ ഒരു കാര്യം ഇവിടെ ആരും ഇല്ല എന്ന് പറഞ്ഞേക്കുക എന്നറിയും. അപ്പോൾ പറയും, അതല്ല അയാൾ എന്തിനാ വന്നതെന്നറിയില്ല, അയാളെ പറഞ്ഞേക്കുക, അയാളോട് നമുക്ക് സംസാരിക്കുന്നു വേണ്ടെന്ന് പറയുകയാണ്. അവസാനം രേവതിക്കുട്ടി പറയും, അത് വേണോ, അയാൾക്ക് എന്തായാലും നമ്മളെ എവിടെ ഉണ്ടെന്ന് അയാൾക്ക് അറിയാമല്ലോ, നമ്മളിപ്പോൾ അയാളെ നമ്മളെ കൂടെ നിർത്തിയാലേ നമുക്കത് എവിടെയെന്ന് അറിയാൻ പറ്റുള്ളൂ എന്ന് പറയുക. അപ്പോൾ എന്ത് വേണം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പോയി സംസാരിക്കാം, വെള്ളം അടിച്ചിട്ടാണ് വന്നു വെച്ചാൽ ഞാൻ തിരിച്ച് പറഞ്ഞേക്കും, ഇങ്ങോട്ട് കയറ്റില്ല, അതല്ല നല്ല മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് വെച്ചാൽ ഞാനകത്ത് കയറ്റി ഇരുത്താമെന്ന് പറയും. എന്നാൽ നീ അത് നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യുമെന്ന് പറയും. അപ്പോൾ അങ്കിളെ എന്താ വേണ്ട വയ്ക്കാം,
നിന്നിട്ട് ഇഷ്ടം പോലെ ചെയ്തേക്ക് മോളേന്ന് അറിയാം. അങ്ങനെ രവതിക്കുട്ടി ചെല്ലും. അപ്പോൾ അയാൾ ടോണിയാണെങ്കിൽ ആകെ നാണം കെട്ട് നാറി നിൽക്കുക. കാരണം അന്ന് അവിടെ വന്ന അത്രയും പ്രശ്നങ്ങൾ കാണിച്ചിട്ടേ. അപ്പോൾ മോശം 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 ടോണി, നീ ചെയ്തത് വളരെ മോശമാണ്, നീ കുറച്ചും കൂടി ഡീസൻ്റ് ആവേണ്ടതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ രവതിക്കുട്ടി പോയിട്ട് വാതിലുറക്കുന്നത്. വാതിലുറക്കുമ്പോൾ അങ്കിളില്ലേന്ന് വയ്ക്കുമ്പോൾ ഉണ്ട് എന്ന് പറയും. അപ്പോൾ അയാൾ വേഗം സിറ്റ് ഔട്ടിലേക്ക് ചെല്ലും. അപ്പോൾ കുടിച്ചിട്ടുണ്ടോ വയ്ക്കുമ്പോൾ ഞാൻ രാവിലെ ചായയൊക്കെ കുടിച്ചാൽ വന്നിറക്കുമ്പോൾ ചായ അല്ല മദ്യപിച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയും. അപ്പോൾ എന്തിനാ വന്നേ? അന്നത്തെ പോലെ ഇവിടെ കിടന്ന് ബഹളം വയ്ക്കാൻ വേണ്ടി വന്നതാണോ? അല്ല, പിന്നെ എന്തിനാ വന്നേ? എനിക്ക് അങ്കിളിനോടൊരു സോറി പറയാനാണ്. ശരിക്കും സോറി പറയാനാണോ അതോ അകത്ത് കയറി കഴിഞ്ഞ് സ്വഭാവം മാറുമോ എന്ന് ചോദിക്കുമ്പോൾ വളരെ സീരിയസ് ആയിട്ട്. അപ്പോൾ പറയും ഇല്ല, സ്വഭാവം മാറില്ല, ഞാൻ അങ്കിളിനെ കണ്ടൊന്ന് സോറി പറയാം, അങ്കിളിനെയും ആൻറ്റീനെയും കണ്ടിട്ട് സോറി പറയുമ്പോൾ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. എന്നാൽ വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രവതിക്കുട്ടി അകത്തോട്ട് വിളിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ അവിടെ മാമച്ചനും ഗ്രേസമ്മയും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ കാണുമ്പോൾ എന്താ ഇനിയും ചീത്ത പറയാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കും മാമച്ചൻ. അപ്പോൾ പറയും അല്ല അങ്കിളെ എന്നറിയും. പിന്നെ എന്തിനാ വന്നത്? അന്ന് താൻ ഇവിടെ വന്ന് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്ക് വല്ല ഓർമ്മയുണ്ടോ ചോദിക്കുമ്പോൾ ഇല്ല അങ്കിളെ എനിക്കൊരു ഓർമ്മയില്ല എന്ന് പറയും. എന്നാൽ എനിക്കും ഓർമ്മയുണ്ട്. അല്ല അതെനിക്കറിയാം, അങ്കിളിന് ഓർമ്മ ഉണ്ടാവുമെന്ന് എനിക്കറിയാം എന്ന് പറയും. പിന്നെ നീ എന്തിനാണ് വന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ പറയും ഞാനത് അങ്കിളിനോടൊരു സോറി പറയാൻ വേണ്ടിയിട്ട്. സോറി പറയാനോ? അന്ന് നീ എന്തൊക്കെയാണ് പറഞ്ഞത്? നിനക്ക് ഇങ്ങോട്ടുള്ള വഴി അറിയാം, ഇങ്ങനെ മനസ്സിലാക്കിക്കുക. മദ്യപിച്ചിട്ട് എങ്ങനെ നിനക്ക് ഇങ്ങോട്ടുള്ള വഴി മനസ്സിലായത് എന്ന് ചോദിക്കുമ്പോൾ പറയും ഞാൻ അന്നും എനിക്ക് മാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഞാനത് നോക്കിയിട്ടാണ് വന്നത് എന്ന് പറയും. പിന്നെ ബാർ കയറിയിട്ടാണ് ഞാൻ കുടിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അറിയാം അതെന്തോ നിനക്ക് അതിൻ്റെ ഇഷ്ടം, പക്ഷെ അന്ന് ഞാൻ പോലീസിനെയും കൂടി പിടിപ്പിക്കാഞ്ഞത് എൻ്റെ മകനെപ്പോലെ ഞാൻ നിന്നെ കരുതിയിട്ടാണ്. അല്ലെങ്കിൽ ഞാനൊരു ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി, നിന്നെ ഇവിടെ തൂക്കിയെടുത്ത് കൊണ്ടുപോകുമെന്ന് പറയും. എനിക്കറിയാം അങ്കിളെ, ഞാൻ സോറി പറയുകയാണ് അതിന്, ആൻറ്റി എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ പറയും. നീ എൻ്റെ മോനെ, എന്നെ മരിച്ചു പോയി ഞങ്ങളെ മോനെ നീ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അറിയുമെന്നൊക്കെ ചോദിക്കുകയാണ്. ഞങ്ങളെങ്ങനെയാടാ നിൻ്റെ ജീവിതം നശിപ്പിക്കുന്നത്? എൻ്റെ മോനെങ്ങനെ നിൻ്റെ ജീവിതം നശിപ്പിക്കുന്നത്? ഞങ്ങൾ നിങ്ങളായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ നീ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അറിയിക്കുമ്പോൾ സോറി അങ്കിളെ, എനിക്കൊന്നും ഓർമ്മയില്ല, ക്ഷമിക്കണം, ഞാൻ എനിക്ക് മാപ്പ് പറയാൻ വേണ്ടി വന്നതാണ് എന്ന് പറയാണ്. അപ്പോൾ ശരി പോട്ടെ സാരല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ടോണി പറയും എനിക്ക് അങ്കിളിനെ സഹായിക്കാൻ പറ്റും, അങ്കിളിനെ ആൻറ്റീനെ സഹായിക്കാൻ പറ്റും, ഒരിക്കലും ഇനി എൻ്റെ കയ്യിൽ നിന്ന് മോശമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ വയ്ക്കുമ്പോൾ അത് ഞാൻ പറയാം എന്ന് പറയണം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സെറ്റാവുന്നതാണ്. കൈയൊക്കെ കൊടുത്ത് മറ്റേ മാമച്ചനങ്ങളും ഗ്രേസമാൻ്റെയും കൂടെ ഇയാളുമായിട്ട് കോംപ്രമൈസിൽ എത്തുന്നുണ്ട്. അപ്പോൾ ഇനി കുഞ്ഞിലേക്കുള്ള വഴി എളുപ്പം തുറന്ന് കിട്ടും എന്നാണ് അവരും പാവം കരുതിയിരിക്കുന്നത് കേട്ടോ. കാരണം മോനെ പോയി, മോൻ്റെ കുഞ്ഞെങ്കിലും ജീവനോടുണ്ടല്ലോ, അവർക്ക് ആശ്വസിക്കാൻ ആ ഒരു സമാധാനം എന്ന് പറയാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ മഴ തോരും മുൻപേയിലെ കഥ പോകുന്നത്. നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ കഥയാണ്, മിസ്റ്റേക്കുകൾ വരാം, ചിലപ്പോൾ ആദ്യം പറയുന്നത് അവസാനം പറയും, അവസാനം പറയുന്നത് ആദ്യം പറയും. അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്സ് എന്തായാലും ഉണ്ടാവും, അതുകൊണ്ട് അതൊക്കെ ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു.